ഇന്നേ ബ്രൈഡിൻ്റെ കഥയല്ല, ബ്രൈഡിൻ്റെ കസിനോ ഫ്രണ്ടോ അങ്ങനെ എങ്ങാനോ ആണ്. പക്ഷെ ആളെൻ്റെ നെയ്ബറാണ് കേട്ടോ. ആളിന് എനിക്ക് ഒരു ദിവസം മെസ്സേജ് അയക്കണേ, നാളെ താൻ ഫ്രീ ആണോ ചോദിച്ചിട്ട്. ഞാൻ ഇവിടെ വെറുതെ ചോദ്യം കുത്തിയിരിക്കണായോണ്ടോ ആദ്യമൊന്നും പറഞ്ഞു. അപ്പോൾ ആൾ ചോദിച്ചു, ഈക്ക് നാളെ മെഹന്തി ഇട്ട് ചോദിച്ചു. ഞാൻ ഇട്ടുതരാമെന്നും പറഞ്ഞു. കൂടെ തന്നെ ഞാൻ പറഞ്ഞു പെയ്ഡാണെന്നും പറഞ്ഞു. അപ്പോൾ ആൾ റേറ്റും കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസൈനനുസരിച്ചിട്ടായിരിക്കും റേറ്റ് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ആളെ ഒരു ഏകദേശം റേറ്റ് ചോദിച്ചു. അപ്പം ഞാൻ ആളോട് ഒരു റെഫറൻസ് പിക്ക് അയച്ചു തരാൻ പറഞ്ഞു മെഹന്തിയുടെ. അപ്പോൾ ആളെ എനിക്ക് 2 കൈയും ഫുള്ളൊരു ഫോട്ടോ അയച്ചെന്ന്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു 2 കൈയിനും കൂടെ ഞാനൊരു 200 ഇടാന്ന് പറഞ്ഞു. പിന്നെ ആളിൻ്റെ അയൽവാസിയും കൂടെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത്രയും കുറച്ച് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ആള് ഞാൻ പറയട്ടോ പറഞ്ഞാണ്ട് പിന്നെ പോയി. പിന്നെ ആളുടെ ഒരു വിവരം ഇല്ലാണ്ടായപ്പോൾ ഞാൻ അങ്ങോട്ട് മെസ്സേജ് ചോദിച്ചു, എന്തായി മെഹന്തി ഇടണ്ടേ ചോദിച്ചു. അപ്പം ആള് പറയാ, വേണ്ടടാ എൻ്റെ ഒരു റിലേറ്റീവ് മെഹന്തി ഇട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചേ, പിന്നെന്തിനാണ് ഇയാൾ എന്നോട് മെഹന്തി ഇട്ട് ചോദിച്ച റിലേറ്റീവ് മെഹന്തി ഇടുമെങ്കിൽ. അല്ലേലും എവിടെയെങ്കിലും ഓസിക്ക് വിട്ടെങ്കിൽ അങ്ങോട്ടേ ചാരലാണല്ലോ എല്ലാവരുടെയും സ്ഥിരം പതിവ്. ഈ ഓസിക്ക് മെഹന്തി ഇട്ടരാൻ പറഞ്ഞവരൊക്കെ ഒരു വിചാരമുണ്ട്, ഇതിട്ട് 2 ദിവസം കഴിഞ്ഞാൽ മായൂര് തൊടത്തൂലേ, അതിനിപ്പോൾ എന്തിനാ പൈസന്ന്. പക്ഷെ ഈ മെഹന്തി ഇടുന്ന നമ്മളവസ്ഥ ആലോചിക്കുന്നില്ല. ഈ ഒരേ പൊസിഷനിൽ നിന്ന് മെഹന്തി ഇടുമ്പോഴുള്ള ബാക്ക് പെയിനും പെരടി വേദനയും തലവേദനയും അതൊക്കെ സഹിക്കണത് നമ്മളല്ലേ, ഓരല്ലല്ലോ. അതുകൊണ്ട് ഒരു അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവില്ല.